അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാമ്പീഡ് കാണാൻ വന്നു. അപ്പം ഞാൻ എല്ലാവരോടും പറയാ, സത്യം പറഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഈ ഒരു സ്റ്റാമ്പീഡ് കാണണം. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഇനിയും പോകും, കാരണം എനിക്കിഷ്ടപ്പെട്ടു. ഇതൊരു നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് കാണുന്നത്. കുതിരകളും വൈൽഡ് ഹോഴ്സസിനൊക്കെ കാണുന്നത്, അവർ ടൈം ചെയ്യുന്നതൊക്കെ പോകുന്നത് കണ്ടു. അത് മിസ് റോഡിയോ ആണ്. എന്താണ് ഈ മിസ് റോഡിയോ കൺസെപ്റ്റ് എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഞാനത് ഇവിടെ ഉള്ളവരോടൊക്കെ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ കൗബോയ്സും കൗ ഗേൾസും ശരിക്കും പറഞ്ഞാൽ അവരെ ഹോഴ്സ് റൈഡിങ് സ്കില്ല് അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ മിസ് റോഡിയോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അങ്ങനെ ഈ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങ് പോയി, വീട്ടിലേക്ക് പോയി. ഇത് ശരിക്കും 5ാമത്തെ ദിവസമായിരുന്നു റോഡിയോയുടെ. 5 ഡേയ്സും പ്ലസ് 6th ഡേയ്ക്ക് ഒന്നുമില്ല. 6th ഡേ ഇവർ തിരിച്ചു പോകും. ഇവർ നെക്സ്റ്റ് എവിടെയാണ് ഇവരുടെ പെർഫോമൻസ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോകും. ഇവർ കാൽഗറിയിലോട്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരു വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും എന്തെങ്കിലും വേറിട്ട കാഴ്ചകൾ കാണുവാണെങ്കിൽ ഞാൻ പങ്കുവെക്കാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സീ യു സൂൺ. ബൈ. ഫുൾ പോയിന്റിലെ കാഴ്ചകളും വേറിട്ട കാഴ്ചകൾ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു. Watch that replay. Things are getting interesting right as they crack the gate.